നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മ കഥാപാത്രങ്ങളുടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി മീന ഗണേഷിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ ആരാധകർക്ക് ആയിട്ടില്ല. ഇന്ന് പുലർച്ചെ ഷൊർണൂർ PK ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മസ്തിഷ്കാഘാതം സംഭവിച്ചതിനെ തുടർന്ന് 4 ദിവസമായി ചികിത്സയിലായിരുന്നു. നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള നടി നാടകങ്ങളിലൂടെയാണ് അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. കലാഭവൻ മണി അമ്മ വേഷങ്ങളിലൂടെയാണ് മീനയെ മലയാളികൾ ഏറെ സ്നേഹിച്ചു തുടങ്ങിയത്. വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും, നന്ദനം, മിഴി രണ്ടിലും, മീശ മാധവൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മീന അഭിനയിച്ചിട്ടുണ്ട്. മണിയുടെ അമ്മയായി തന്നെയാണ് മീനയെ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നത്. 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീന വാത്സല്യനിധിയായ അമ്മ വേഷങ്ങൾ മാത്രമല്ല, ക്രൂരയായ അമ്മ, അമ്മായിയമ്മ റോളുകളും ചെയ്തിട്ടുണ്ട്. മീന ചെയ്തതിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയ റീലുകളും മറ്റും വൈറലാകാറുള്ളതും പലരും റീക്രിയേറ്റ് ചെയ്തതുമായ വേഷം നന്ദനത്തിലെ കാർത്തിയാനി അമ്മയുടേതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മീന അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. തുടക്കം നാടകങ്ങളിലൂടെയായിരുന്നെങ്കിലും മീനയുടെ പിതാവ് അഭിനേതാവായിരുന്നു. തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവനാണ് മീനയുടെ അച്ഛൻ. 1942 പാലക്കാട് കല്ലക്കുളങ്ങരയിലാണ് മീന ഗണേഷിന്റെ ജനനം. സ്കൂൾ കാലഘട്ടം മുതൽ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. മലയാളി സമാജങ്ങളിൽ അടക്കം അഭിനയിച്ചു. ഇപ്പോഴും മീന മുമ്പ് നടത്തിയ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുകയാണ്. മരിച്ചാൽ മതിയെന്ന് മാത്രമാണ് താനിപ്പോൾ ചിന്തിക്കുന്നതെന്നായിരുന്നു മീന അഭിമുഖത്തിൽ പറഞ്ഞത്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് സിനിമ ചെയ്യാത്തതെന്ന നടി ആ അഭിമുഖത്തിനിടെ പറയുന്നുണ്ട്. അമ്മ സംഘടനയിൽ നിന്നും കൈനീട്ടം ലഭിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. മകൾ പാലക്കാടുണ്ട്. മകൻ സീരിയലിന്റെ ഡയറക്ടറാണ്. അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. ഈ വീട്ടിൽ എനിക്ക് സഹായത്തിന് ഒരു സ്ത്രീ വരും. മകൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ വീട് വിട്ടുപോകാൻ മനസ്സിനൊരു ബുദ്ധിമുട്ട്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 15 വർഷമായി. മൂപ്പര് പോയതിൽ പിന്നെ എന്റെ കഷ്ടകാലം ആരംഭിച്ചു. എവിടെ പോകണമെങ്കിലും എന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം പോയതോടെ എന്റെ ബലം പോയി. ജീവിച്ച് മതിയായി. രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരരുത് എന്നാണ്. കാരണം ജീവിതം മടുത്തു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നതും വലുതായതും. 39 വർഷം ഞാനും ഭർത്താവും സന്തോഷമായി ജീവിച്ചു. 2 മക്കളും ഉണ്ടായി. അവരെ നല്ല അന്തസ്സായി വളർത്തി. മകളും മരുമകനും എന്നെ നോക്കും. പക്ഷെ ഈ വീട് വിട്ടു പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്ന് മീന ഗണേഷ് പറയുന്നു. നാടകം ചെയ്യുന്ന സമയത്താണ് ഭർത്താവുമായി പ്രണയത്തിലായത്. 6 വർഷം പ്രണയിച്ചാണ് വിവാഹം ചെയ്തത്. അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. നാടകത്തിന് പോകുന്ന സമയമാണ്. നാട്ടിലെ പൂവാലന്മാർ കളിയാക്കും. ഞങ്ങൾ നാട്ടിലാണെന്ന് പറയും. നാട്ടിലാണെങ്കിൽ നീ വാടാ, വന്നെന്റെ കുടുംബം നോക്കെന്ന് പറയും. നല്ല തന്റേടമായിരുന്നു എനിക്ക്. ഒരിക്കൽ കളിയാക്കുന്നവർ പിന്നെ മുഖത്ത് നോക്കില്ല. അങ്ങനത്തെ തന്റേടമായിരുന്നു. പ്രണയത്തിന് എതിർപ്പ് വന്നെങ്കിലും ഞങ്ങൾ ഉറച്ചു നിന്നെന്ന് മീന ഓർത്തു. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സഹായിച്ചേനെന്ന് മീന പറയുന്നുണ്ട്. അഭിനയിക്കാൻ പോകുമ്പോൾ എന്റെ കൂടെ ഭർത്താവ് ഉണ്ടാവും. ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയതും വന്നതും മണിയുടെ വണ്ടിയിലാണ്. അമ്മ എന്നെ വിളിക്കുമായിരുന്നുള്ളൂ. 7 സിനിമ മണിയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. മണി മരിച്ചപ്പോൾ കാണാൻ പോയിട്ടില്ല. വയ്യായിരുന്നെന്ന് മീന ഗണേഷ് വ്യക്തമാക്കി. അമ്മ സംഘടനയിൽ നിന്നുള്ള പെൻഷൻ അല്ലാതെ മറ്റാരുടെയും സഹായമില്ല. ഞാൻ ആരോടും ആവശ്യപ്പെടാറുമില്ലെന്നും മീന പറഞ്ഞു. അമ്മയുടെ മീറ്റിംഗ് 3 വർഷം മുമ്പ് വരെ പോയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ പോകാറില്ല. മകൾ ഇക്കാര്യം സംഘടനയെ അറിയിക്കാറുണ്ടെന്ന് മീന ഗണേഷ് പറഞ്ഞു. ജീവിതത്തിൽ ഇനിയൊരു ആഗ്രഹവുമില്ല. മരിച്ചാൽ മതിയെന്ന് മാത്രമാണ് താനിപ്പോൾ ചിന്തിക്കുന്നതെന്ന് മീന ഈ അഭിമുഖത്തിനിടെ പറയുന്നുണ്ട്. മീനയുടെ സംസ്കാരം വൈകിട്ട് ചെറുതുരുത്തി ശാന്തി തീരം ശ്മശാനത്തിൽ വെച്ചായിരിക്കും നടക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.